ഹലോ ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വ്ളോഗാണ്. നമ്മുടെ റിലേറ്റീവിൻ്റെ ഒരു മാരേജ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മാരേജ് വരുന്നത് വ്യാഴാഴ്ചയാണ് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ശനിയാഴ്ച ആയിരിക്കും. അപ്പോൾ വ്യാഴാഴ്ചയാണ്. അപ്പോൾ KTCTയിൽ വെച്ചാണ് കേട്ടോ കല്യാണം വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ കാപ്പിയുടെയൊക്കെ കഴിഞ്ഞിട്ട് കല്യാണത്തിൽ പോകാനായിട്ട് റെഡി ആയിട്ടുണ്ട്. നേരെ കൊച്ചുമ്മാൻ്റെ വീട്ടിൽ, ഉമ്മാൻ്റെ അനിയത്തിയുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം അവിടെ നിന്ന് ഒന്ന് ഷൂട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് ഒരുങ്ങി നിന്നിട്ട് മക്കളും പിന്നെ നാത്തൂൻ്റെ മോളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ ഒരു വീഡിയോ ഒക്കെ പിടിച്ചിട്ട് ദാണ്ട് ഈ ഡ്രസ്സാണ് കേട്ടോ നമ്മൾ ഇട്ടിട്ടുള്ളത് പോകാനായിട്ട്. അപ്പോൾ ദാണ്ട് അവിടെയും നമ്മൾ ഈ ഷൂട്ടിങ്ങിൻ്റെ ഇടയിൽ കൊച്ചുമ്മാൻ്റെ ഒരു പച്ചക്കറിയാണ് കേട്ടോ, പയർ, നല്ല നീളമുള്ള നമ്മുടെ നാടൻ പയറാണ്. അപ്പോൾ കൊച്ചുമ്മ ഇങ്ങനെ വീട്ടിൻ്റെ ഫ്രണ്ടിലായിട്ട് നട്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ അതൊന്ന് ഷൂട്ടാക്കിയതാണ് കേട്ടോ. നല്ല അത്യാവശ്യം നല്ല നീളമൊക്കെയുള്ള നല്ല ഭംഗിയുണ്ട് കേട്ടോ അതിങ്ങനെ പിടിച്ച് നിൽക്കുന്നത് കാണാനായിട്ട്. പിന്നെ ഇതിൽ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് നമ്മുടെ തത്തമ്മയില്ലേ രാവിലെ ഈ പയർ ഫുള്ള് വന്നിങ്ങനെ കൊത്തി തിന്നിട്ട് അതിൻ്റെ തോട് മാത്രം അവിടെ നിർത്തിയിരിക്കും കേട്ടോ. ആ പയർ ഫുള്ള് അത് തത്തമ്മ കൊത്തിയെടുക്കും. പിന്നെന്താ നേരെ പിന്നെ നമ്മൾ വണ്ടിയിലൊക്കെ കയറി കല്യാണത്തിൽ പോവലാണ്. നമ്മളെ വീട്ടിൽ നിന്ന് കുറച്ചേ ഉള്ളൂ കേട്ടോ നമ്മൾ ഈ ഓഡിറ്റോറിയത്തിലേക്ക് പോകാനായിട്ട്. അങ്ങനെ നമ്മൾ ഫാമിലി ആയിട്ട് അനിയനും വൈഫും ഉമ്മായും കൊച്ചുമ്മായും മക്കളും എല്ലാവരും കൂടെ ആയിട്ട് നമ്മൾ പോയിട്ടുണ്ട്. അങ്ങനെ ഫ്രണ്ട്സ് നമ്മൾ ഇതാണ്ട് ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഓഡിറ്റോറിയത്തിൽ എത്തിയ ശേഷം വേറെ നമ്മുടെ പതിവ് പരിപാടി തന്നെയാണ്. ഫ്രണ്ടിൽ 3 ഐറ്റം വെള്ളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ മുന്തിരി ജ്യൂസ്, അതുപോലെ നാരങ്ങ വെള്ളം, പിന്നെ ഏതോ ഒരു ഫ്ലേവറുള്ള ഒരു ഐറ്റം വെള്ളം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മുന്തിരി ജ്യൂസാണ് കുടിച്ചിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ കുടിച്ചു. പിന്നെ നമ്മുടെ ചായ, കടികൾ, ആ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ നമ്മൾ നേരെ ഉള്ളിലേക്ക് പോവലാണ്. അല്ലു കാറ്ററിങ്ങിൻ്റെ കാറ്ററിംഗ് ആയിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല ഫുഡും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ വെള്ളമൊക്കെ കുടിച്ചിട്ട് നേരെ മുകളിലേക്ക് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ പെണ്ണിനെ കൊണ്ടുവന്നിട്ടില്ല കേട്ടോ. അവൾ മേക്കപ്പിൻ്റെ ആവശ്യത്തിനായിട്ടൊക്കെ, ബ്യൂട്ടീഷ്യൻ ആവശ്യത്തിനായിട്ടൊക്കെ ഒരുങ്ങാനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ എത്തുമ്പോഴത്തേക്കും പെണ്ണ് വന്നിട്ടില്ല. അങ്ങനെ നമ്മൾ അവിടെ ഇരുന്ന് റിലേറ്റീവ്സിനെയും കാര്യങ്ങളൊക്കെ കണ്ടു. പിന്നെ നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും അങ്ങനെയൊക്കെ എടുത്തു. പിന്നെ ആ ഒരു ടൈം കൊണ്ട് തന്നെ പെണ്ണ് വന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ച് അവളുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. പിന്നെ നിക്കാഹിൻ്റെ ടൈമാണ്. അപ്പോൾ നമ്മൾ പള്ളിയിൽ വെച്ചാണ് കേട്ടോ നിക്കാഹ്. അങ്ങനെ പിന്നെ നമ്മൾ നേരെ സ്ഥിരം പരിപാടി തന്നെയാണ്, ചോറ് കഴിക്കുക. അടിപൊളി ബീഫ് ബിരിയാണി ആയിരുന്നു കേട്ടോ. ചില്ലി ചിക്കനും ബീഫ് ബിരിയാണിയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഐസ്ക്രീമൊക്കെ കുടിച്ചു. ഇതൊക്കെ നമുക്ക് സ്ഥിരം പരിപാടികളാണല്ലോ കല്യാണത്തിലൊക്കെ പോയാലല്ലേ. അങ്ങനെ നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷമാണ് കേട്ടോ നിക്കാഹ് ചെറുക്കൻ വന്നതുമൊക്കെ. അപ്പോൾ നമ്മൾ നേരെ ഫുഡൊക്കെ കഴിച്ച് നേരെ വന്നിരുന്നപ്പോൾ ഇതുപോലെ ചെറുക്കൻ വന്നിട്ടുണ്ട്. അപ്പോൾ പെണ്ണിനെ കൊണ്ടുവരുന്നതാണ് ആ ഒരു വീഡിയോ. ഇതിപ്പോൾ എല്ലായിടത്തും കോമൺ ആയിട്ടുള്ള ഒരു സംഭവമാണല്ലോ, ഈ ഒരു പ്രത്യേകമായ രീതിയിൽ പെണ്ണിനെ കൊണ്ടുവരിക എന്ന് പറയുന്നത്. അങ്ങനെ ഞാനൊന്ന് ഷൂട്ടാക്കിയതാണ്. നമുക്കിപ്പോൾ എവിടെ പോയാലും ഇതൊക്കെ തന്നെയല്ലേ പരിപാടി. അപ്പോൾ പെണ്ണ് വന്നു. നിക്കാഹൊക്കെ താലികെട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ കുറച്ച് നേരം നമ്മളവിടെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ദഫ്മുട്ട് പോലത്തെ, ഇതിനെന്താ പ്രത്യേകിച്ച് പറയാമെന്ന് എനിക്കറിയില്ല, അങ്ങനെ ഒരു കളിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ അറബിക് സ്റ്റൈലായിട്ടുള്ള ഒരു പാട്ടും അതുപോലെ തന്നെ ഡാൻസും, ദഫ്മുട്ട് മോഡൽ ഒരു ഐറ്റം, എന്താണെന്ന് കറക്റ്റ് എനിക്കറിയില്ല, അതൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ നമ്മൾ കണ്ടു. പിന്നെ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത ശേഷം പിന്നെ നമ്മൾ തിരിച്ച് വീട്ടിൽ പോകലാണ്. അപ്പോൾ ഇതിൻ്റെ മറുവീട് എന്നൊക്കെ പറയുന്ന സംഭവമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു കുട്ടിയേക്ക് ഈ ഒരു ദഫൊക്കെ കാണിച്ചു കൊടുത്ത ശേഷം നമ്മൾ പിന്നെ ഫുഡൊക്കെ കഴിച്ചതുകൊണ്ട് തന്നെ പിന്നെ അവിടെ ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല. പിന്നെ നേരെ വീട്ടിലേക്കാണ്. ഇനി പിറ്റേ ദിവസത്തെ കുറച്ച് ഒരുക്കങ്ങളെന്ന് പറയാം. മോളുടെ ബർത്ത്ഡേ ആണ് കേട്ടോ, May 17. അപ്പോൾ അതിനൊരു കേക്ക് ഉണ്ടാക്കണം. അപ്പോൾ പിന്നെ മോൾക്കൊരു ഡ്രസ്സ് എടുക്കണം. അപ്പോൾ ആ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ ഇത്രയൊക്കെ ആയിട്ട് ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ആക്കി കൊടുക്കുക. സബ്സ്ക്രൈബ് ആകാതെ കാണുന്ന വ്യൂവേഴ്സ് ആണെങ്കിൽ സബ്സ്ക്രൈബ് ആക്കുക. പുതിയ റെസിപ്പീസും വീഡിയോസും ഒക്കെ ആയിട്ട് വരാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു, ബൈ.